കൂട്ടുകാർക്ക് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇതാ രാവിലെ ദോശയുണ്ടോ, തലേന്ന് മാവ് അരച്ച് വെച്ചു. അതിനകത്ത് ഇങ്ങനെ പൊന്തി കിടക്കുന്ന സാധനങ്ങൾ നോക്കണ്ടോ ദോശയിൽ. അത് അരി അരച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീരകം അരയ്ക്കാൻ മറന്നുപോയി. അരി അരച്ച് പകുതിയായപ്പോഴാണ് ഓർമ്മ വന്നത്. അന്നേരം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് അങ്ങ് അരിഞ്ഞില്ല കേട്ടോ. പിന്നെ ജീരകമെല്ലാം അങ്ങോട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതാ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അന്നേരം കുറേ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ബീഫ് മേടിക്കുന്നത്. നമ്മളങ്ങനെ വീട്ടിൽ കൊണ്ടുവരലില്ല. അന്നേരം പിന്നെ ചാണനൊരു പൂതി അങ്ങനെ കൊണ്ടുവന്നാണ് കേട്ടോ. അതായത് അത് ഞാൻ വേവിച്ച് വെച്ചു. ഷാണെന്ന് പറഞ്ഞാൽ ഷാണിൻ്റെ ഫ്രണ്ടൊക്കെ വരുന്നുണ്ട്. അന്നേരം അവരെല്ലാവരും കൂടെ ഒന്നിച്ച് കറി വെച്ച് കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി വേവിച്ചപ്പോൾ എനിക്ക് ലേശം എടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ. അന്നേരം കുക്കറിലിട്ടൊരു 10 വിസിലിൻ്റെ അടുത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 9 വിസിൽ മാക്സിമം അടിച്ചു. എന്നിട്ടാണ് ഒരുവിധം വെന്ത് കിട്ടിയത്. ഞാനിതാ ഉള്ളിയൊക്കെ വാട്ടി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടു. ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ. എനിക്ക് ബീഫിൽ തക്കാളി ഇടുന്ന ഇഷ്ടമില്ല. അതൊക്കെ വാടി വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മളെ മസാലപ്പൊടികൾ, മീറ്റ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വേവിച്ച വെള്ളവും കൂടെ കുറച്ച് അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എനിക്ക് വേവ് കറക്റ്റായി എന്ന് തോന്നുന്നില്ല കേട്ടോ. അതായത് ഞാൻ പുറത്തടുപ്പിൽ തീയുണ്ടായിരുന്നു, അവിടെ കൊണ്ടുവച്ചു നന്നായിട്ട് ചട്ടിയിലിട്ട് അങ്ങോട്ട് വേവിച്ചു കേട്ടോ. പുറത്തടുപ്പിൽ വെക്കുമ്പോൾ ചട്ടിയാണല്ല കരി പിടിച്ച കയ്യിലൊക്കെ ചീഞ്ചട്ടിയത്തെ കരിയായാലും എനിക്ക് പോകാൻ ഭയങ്കര പാടാണ്. കയ്യിലിങ്ങനെ ഭയങ്കര വര പാടുള്ളതുകൊണ്ട് ഭയങ്കര പാടാട്ടോ. അടുപ്പത്ത് വെച്ച് നന്നായി വേവിച്ചു. പിന്നെ ഞങ്ങൾ ഈ പോകുന്നത് എങ്ങോട്ടാണ് എന്നായിരിക്കുമല്ലേ. ഇത് വീഡിയോ ഓണായി കിടന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോണ്ടോ ഇത് കാണുന്നത്. അതായത് ഞങ്ങളൊരു പെരേക്കൂടലിന് പോവുകയാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പെരേക്കൂടൽ. ഇതിപ്പോൾ വീഡിയോ ഓണായി കയ്യിലിരുന്ന് ഞാൻ അറിഞ്ഞില്ല. അതായത് കുഞ്ഞാപ്പൂവിന് എടുത്ത് ഒക്കത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാനും ചക്കരയുണ്ട് നടന്നു പോകുന്നത്. എൻ്റെ ഫോൺ ഇങ്ങനെ താഴ്ത്തി പിടിച്ചില്ലേ, അന്നേരം അതാണ് ഈ കാലിൻ്റെ പാദം മാത്രം കാണുന്നത്. അമ്മയും ഞങ്ങൾ മക്കളും കെട്ടിയവനും എല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത്. വീട്ടിന് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതായത് ഞങ്ങളെല്ലാവരും കൂടെ പുരേക്കൂടലിന് പോയി ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ല, ഇവരൊക്കെ ബിരിയാണി കഴിച്ചു. നമ്മൾ പിന്നെ വെറും ചോറിൻ്റെ ആളായതുകൊണ്ട് അതാ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ പോകുന്നത് എന്താണ് എന്നായിരിക്കും വിചാരിക്കുന്നത്. ഇത് അന്നത്തെ വീഡിയോ അല്ല കേട്ടോ, പിറ്റേ ദിവസം എടുത്ത വീഡിയോ കേട്ടോ. അതായത് ഈ പോകുന്നത് നമ്മളെ ഇതിപ്പോൾ നമ്മളൊരു പാൽ സൊസൈറ്റിയാണ് കേട്ടോ. അന്നേരം ഇതാ നമ്മളിങ്ങനെ മാനന്തവാടി വഴിക്കാണ് കേട്ടോ. ഇപ്പോൾ മാനന്തവാടി എത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു 46 എന്നൊക്കെ പറയും ഈ സ്ഥലത്തിന്. നമ്മളെ നാട്ടുകാർക്കൊക്കെ അറിയാം. അല്ലാതെ കാണുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ. അന്നേരം അവരോടാണ് കേട്ടോ പറയുന്നത്. നമ്മളെ തലപ്പുഴയിൽ നിന്ന് മാനന്തവാടിക്ക് പോകുന്ന റോഡാണ് കേട്ടോ അത്. ഈ റോഡ് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എത്തേണ്ട സ്ഥലം ഇപ്പം എത്തും കേട്ടോ. അത് ഈ ഒരു വളവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകുന്ന സ്ഥലം എത്തും. എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. ഈ സൈഡിൽ കൂടെ കാണുന്ന റോട്ടിലേക്ക് പോകുമ്പോൾ നല്ലൊരു അടിപൊളി അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിലുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഈ വഴി ഇങ്ങനെ പോകുന്നതാണ് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും. ഇത് ഗോദാവരി കോളനി എന്ന് പറയും കേട്ടോ. ഇവിടെ പണ്ട് പെരും കാടായിരുന്നു കേട്ടോ. പെരുങ്കാട് എന്ന് പറഞ്ഞാൽ വലിയ കാടായിരുന്നു. അത് കയ്യേറി പിടിച്ച് നമ്മൾ ആദിവാസി വർഗ്ഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടെ അത് കയ്യേറി പിടിച്ച് പിന്നെ അത് അവർക്ക് പതിച്ചു കൊടുത്താണ്ടോ. ഒരാൾക്ക് 1 ഏക്കർ സ്ഥലം വെച്ചിട്ടൊക്കെ പതിച്ചു കൊടുത്തിട്ടുണ്ട്. അന്നേരം ഞങ്ങൾ ചെറിയച്ഛനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അന്നേരം അവിടേക്ക് ഒന്ന് പോകണമെന്ന് ചോദിച്ചാൽ പോയത്. പിന്നെ ഷാണിന് മഴയൊക്കെ മുടിയിരുന്നിട്ട് അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഒരു ദിവസം അങ്ങോട്ടൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. അന്നേരം ഇത് നമ്മൾ പോകുന്ന വഴിക്ക് ആദ്യമൊക്കെ ഇവിടെ കുഞ്ഞു കുടിലുകളും വൻ കാടുമായിരുന്നു കേട്ടോ. എൻ്റെ വീട് ഇതിൻ്റെ അക്കരയാണ് കേട്ടോ, എൻ്റെ സ്വന്തം വീട്. ഇപ്പോൾ അവിടെ ആൾതാമസമൊന്നുമില്ല. അന്നേരം അക്കരയാണ്. അന്നേരം ഇത് ഇക്കരയാണ്. അത് ഞങ്ങൾക്ക് ഈ കാടൊക്കെ നന്നായിട്ട് അറിയാം. അന്നേരം ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ എൻ്റെ അമ്മമ്മയൊക്കെ വിറകിന് വന്നുകൊണ്ടിരുന്ന ഈ കാട്ടിലായിരുന്നു കേട്ടോ. വലിയ ആനക്കാടായിരുന്നു കേട്ടോ. ആ കാടാണ് മുള പറഞ്ഞാൽ ഭയങ്കര ഈ മുളയുണ്ട് കാട്ടിലെ അതായിരുന്നു. അത് വെട്ടി തെളിച്ച് ഇവർ വീട് വെച്ചിട്ടോ. അത് ഫുൾ ഷെഡുകളായിരുന്നു, വെറും പ്ലാസ്റ്റിക് മറച്ചിട്ടുള്ള ഷെഡുകളായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ സർക്കാർ ഇവർക്ക് ലൈഫ് മിഷൻ്റെ വീടൊക്കെ കൊടുത്ത് നല്ല അടിപൊളി കുറേ വീടുകളും നല്ല സെറ്റപ്പൊക്കെ ആയിട്ട് ഇപ്പോൾ അംഗൻവാടി, സാംസ്കാരിക നിലയം, റോഡ്, വെള്ളം എല്ലാം ആയി. പക്ഷേ വെള്ളത്തിന് പൈസയൊക്കെ അടയ്ക്കാനും മടി കാരണം കൊണ്ടൊക്കെയാന്ന് തോന്നുന്നുണ്ട്. വെള്ളമൊക്കെ മിക്കവാറും കട്ടായിട്ടൊക്കെ ഉണ്ടാവും. അന്നേരം അവർ പീസൂരിയിട്ട് പോകും. KCB വന്നിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ എന്തോ പൈപ്പിൻ്റെ പരിപാടി തോന്നുന്നു. പിന്നെ റോഡ് സൈഡിലാണ്ട് ഈ ടാങ്ക് വെച്ചേക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ റോഡ് സൈഡിൽ കൂടെ എല്ലാവരും പാത്രം നിരത്തി വെച്ചേക്കുന്നത് കേട്ടോ. പണ്ട് ഞങ്ങളെ വീട്ടിലവിടെയൊക്കെ ഇങ്ങനെയായിരുന്നു, പഞ്ചായത്ത് വെള്ളം അടിച്ചു തരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉള്ളത് എൻ്റെ പരിചയക്കാരാണ് കേട്ടോ. ഞാൻ ഇവിടെയാണ് കുടുംബശ്രീയിലുള്ളത്. അന്നേരം എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുറേ ദൂരം വരണം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുടുംബശ്രീയിൽ അങ്ങനെ പോകാറില്ല. കുറേ ദൂരം കുഞ്ഞാപ്പൂനെയും കൊണ്ട് വരേണ്ടതുകൊണ്ട് അതായത് ഈ വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ഇങ്ങോട്ട് പോകുന്ന വീട് എന്ന് പറഞ്ഞാൽ എനിക്ക് രക്തബന്ധത്തിൽപ്പെട്ട ആരും ആയിരിക്കണമെന്നില്ല, സ്നേഹം എന്ന് പറയുന്നില്ലേ, അതുപോലെ സത്യമായിട്ടുള്ളൊരു കാര്യം കേട്ടോ. എൻ്റെ കുടുംബം ഒന്നുമല്ല ഇവർ, പക്ഷേ ഞങ്ങൾക്കെല്ലാം ആയിരുന്നു ഇവർ. ഏച്ചിയും ഏട്ടനും ഒക്കെയാണ് കേട്ടോ ഇവർ രണ്ടുപേരും. അന്നേരം പൽപ്പേട്ടൻ അവിടെ ഇല്ല, സുജനേച്ചി മാത്രമേ ഉള്ളൂ. സുജനേച്ചി അറിയാതെ അടുത്ത വീഡിയോ ഉണ്ടത്. ഇതുണ്ട് ഇവിടുന്നാണ് ഞങ്ങൾ ഗപ്പീനെ കൊണ്ടുവന്നത് കേട്ടോ. കുറേ ഗപ്പി ഉണ്ട് കേട്ടോ അതിനകത്ത്. അന്നേരം ഞങ്ങൾക്ക് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പൽപ്പേട്ടൻ ഈ പറമ്പിലൊക്കെ പണിയണം. അന്നേരം വാഴപ്പണിയൊക്കെ ആകുമ്പോൾ വാഴ, പച്ചക്കായി, കപ്പ, അങ്ങനെ എന്ത് സാധനവും അവിടെ കൊണ്ടുവന്നാൽ അത് ഞങ്ങൾക്ക് വിളിച്ചില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ടൊരു സാധനം കൊണ്ടുവരുന്നൊരു ഫീലാണ് കേട്ടോ അവിടെ പോയാൽ. എടുത്തോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ എടുത്തുകൊണ്ട് വരും.
ചോദിച്ച് ഞാൻ മേടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിട്ടത്. ഇതാണ് സുജനേച്ചി മോളാണിട്ടത്. അതിൽ ഓരോ കഥകൾ പറയണം. അതിൻ്റെ ഉള്ളിൽ മീനിട്ട കഥയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കുടുംബശ്രീൻ്റെ ഒരു ഒപ്പിട്ട് കൊടുക്കണ്ടായി. പുതിയൊരാൾ കൂടുന്നുണ്ട്. അന്നേരം ഞാൻ സ്ഥാനം മാറാൻ വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ മിൻസിൽ. അന്നേരം അവിടെ കുറച്ച് നേരം വർത്താനുണ്ട്. നിറച്ച് ഫ്രഷ് മുട്ടിട്ട് ഇവിടുന്ന് ഫ്രഷ് മുട്ട് ഇഷ്ടംപോലെ കൊണ്ടുവരലുണ്ട്. ഇപ്പോൾ കുറവാണ്, കാരണം അങ്ങോട്ട് പോക്ക് കുറവാണ്. ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മളെപ്പോഴും പോകാൻ പറ്റില്ല. നമ്മൾ ഇറച്ചി മീനോ കഴിച്ച് പറ്റാത്ത സമയത്തൊന്നും അങ്ങോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ പോക്ക് കുറച്ച് കുറവാണ്. അല്ലേ എല്ലാം മിക്കവാറും ആഴ്ചകളൊക്കെ ഞങ്ങൾ പോക്കുണ്ട് കേട്ടോ അവിടെ. എനിക്ക് എൻ്റെ സ്വന്തക്കാരെന്ന് പറയാൻ എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് അവരാണ് എൻ്റെ സ്വന്തം എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങക്ക് എന്തൊരാവശ്യം ഉണ്ടെങ്കിലും ആദ്യം എപ്പോഴും ഓടി വരുമായിരുന്നു കേട്ടോ. അതിപ്പോൾ തിരിച്ച് വരികയാണ്. ഇത് നമ്മളെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. പറയുകയാണെങ്കിൽ കുറേ കഥ പറയുന്നുണ്ട്. ഞാൻ വേറൊരു വീഡിയോസിൽ ഫുൾ അവിടെ എടുത്തിട്ട് ആ കഥകൾ ഫുള്ള് പറഞ്ഞുതരാം കേട്ടോ. അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കൂട്ടുകാരുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് വീട്ടിൽ വന്ന് ചോറിനാൻ പോകാൻ കേട്ടോ. സാമ്പാറും ജീരപ്പേരിയും ഉണ്ട്. ഞാൻ ചോറ് തിന്നട്ടെ. ഓക്കെ ബായ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.